എല്ലാവർക്കും നമസ്കാരം. The goal of a successful trader is to make best trades. Money is secondary. Alexander Elder. It's me, Lindo. Let's start our trading journey with Trading Miles. എവറി ഡേ ഈസ് ന്യൂ ഫോർ ട്രേഡേഴ്സ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ഇപ്പോൾ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ആ ഒരു മുൻധാരണയോട് കൂടി തന്നെ 4ാമത്തെ ദിവസം നമ്മൾ ട്രേഡിന് ഇരിക്കാൻ നിൽക്കുക, നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല, മിക്കവാറും ലോസ് ആകും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ സ്വഭാവം ഓരോ ദിവസവും വ്യത്യസ്തമാണ്. അപ്പോൾ വ്യക്തമായ പഠനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അതിനാണ് നമ്മൾ വ്യക്തമായ പഠനം നടത്തി വ്യക്തതയോടുകൂടി വേണം ട്രേഡിൽ ഇരിക്കാൻ എന്ന് വീണ്ടും ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രൈസ് ആക്ഷൻ്റെ ഒരു സീരീസ് ആണ് അല്ലേ. പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് ഓരോ ട്രേഡിനെയും അഫക്റ്റ് ചെയ്യുന്നത്, പ്രൈസ് ആക്ഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് പ്രാധാന്യമുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ആക്ഷൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് മൊമെൻറ്റം നമ്മൾ പറഞ്ഞു, ക്യാൻഡിൽ സ്റ്റിക്സ് നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മൾ മീൻ റിവേഴ്സിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കിട്ടാത്തവർ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോയിലോട്ട് വരാനായിട്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രൈസ് ആക്ഷനിൽ പുൾ ബാക്സിൻ്റെ അഫക്റ്റാണ്. പുൾ ബാക്സ് എങ്ങനെ പ്രൈസ് ആക്ഷനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നമുക്കറിയാം, മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ല മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്, അതിൽ നിറയെ പുൾ ബാക്സ് ഉണ്ടാകും. നമ്മൾ ഗ്രാഫിൽ കണ്ടിട്ടില്ലേ, ഗ്രാഫിൽ കാണുന്നത് പോലെ തന്നെ മാർക്കറ്റിന് പുൾ ബാക്സ് എപ്പോഴും കൂടെ ഉണ്ടാകും. ഒരേ സ്ട്രെയിറ്റ് ലൈനിലല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. Pullbacks are the powerful concept to understand the market. ഈ പുൾബാക്ക് എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻസ് നൽകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചാർട്ട് ഒരു അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യുകയും അവിടെ ഒരു വീക്ക് ആയിട്ടുള്ള ഡൗൺവേർഡ് പുൾബാക്ക് വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടെ സെല്ലിങ്ങിൽ ലെസ് ട്രേഡേഴ്സ് ആണെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, ചാർട്ട് ഇപ്പോൾ നമ്മൾ അപ്വാർഡ് ട്രെൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടിൽ വീക്ക് പുൾ ബാക്ക് വരുമ്പോൾ എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം? അവിടെ സെല്ലേഴ്സ് കുറവാണ്. സോ യൂഷ്വലി ഇറ്റ് മീൻസ് എ സ്ട്രോങ് അപ്വാർഡ് മൂവ്മെന്റ്സ്. അതുപോലെ തന്നെ സെയിം ആണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ ചെറിയ വീക്ക് അപ്വാർഡ് പുൾ ബാക്സ് നമ്മൾ കണ്ടാൽ നമ്മൾ അവിടെ ട്രേഡ് എടുക്കാൻ പോകരുത്. എന്തുകൊണ്ടാണ്? അവിടെ ബയേഴ്സ് വളരെ കുറവായിരിക്കും. അതൊരു വീക്ക് പുൾ ബാക്ക് ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, സ്ട്രോങ് പുൾ ബാക്ക്, വീക്ക് പുൾ ബാക്ക്, ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സ്ട്രോങ് പുൾ ബാക്ക്, വീക്ക് പുൾ ബാക്ക്, ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ടൂൾസ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പുൾ ബാക്ക് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് പുൾ ബാക്കിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നിഫ്റ്റിയിലാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോക്ക് എടുത്തിട്ട് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഒരു സ്റ്റോക്ക് ഒന്നും റെഫർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ സൈഡിൽ നമ്മൾ ഫെബിനാച്ചിയുടെ ടൂൾസ് എടുക്കുന്നു. ഫെബിനാച്ചി ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് ഹയസ്റ്റ് ഹൈ ലോവസ്റ്റ് ലോ എന്നുള്ള രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യുന്നു. നമ്മൾ സെറ്റ് ചെയ്ത് സ്ക്രീനിലോട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം ഫെബിനാച്ചിയുടെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കുറേ മെഷർമെൻറ്റ്സ് കിടപ്പുണ്ട്. നമുക്ക് എല്ലാ മെഷർമെൻറ്റ്സും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഞാൻ പറയാം, ബാക്കിയെല്ലാം അൺടിക്ക് ചെയ്ത് കളയണം. നമുക്ക് 0 ആവശ്യമുണ്ട്, 0.3, 0.6 ആൻഡ് 1 അത് നമുക്ക് വേണം. അതല്ലാതെ ബാക്കി താഴെയുള്ള നമുക്ക് അൺചെക്ക് ചെയ്യാം. ഇവിടെ അത് വേണ്ട, 0.23 വേണ്ട, ദെൻ 0.5 നമുക്ക് ആവശ്യമുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് അൺടിക്ക് ചെയ്യാം. അൺടിക്ക് ചെയ്തിട്ട് നമ്മളത് ഓക്കെ കൊടുക്കുന്നു. യെസ്, ദ ഫെമിനാച്ചി ടൂൾ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്ട്രോങ് പുൾബാക്കും വീക്ക് പുൾബാക്കും എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ഫെമിനാച്ചി ടൂൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ സൈഡിൽ നമ്മൾ മെഷർമെൻറ്റ്സ് കണ്ടല്ലോ, 0.618 എന്നുള്ള മെഷർമെൻറ്റ് കണ്ടോ? ആ 0.618 താഴോട്ട് ഒരു പുൾബാക്ക്, അതിന് താഴോട്ടാണ് പുൾബാക്ക് വരുന്നതെങ്കിൽ അത് ഒരു വീക്ക് പുൾബാക്കായിട്ട് കണക്കാക്കാവുന്നതാണ്. വീക്ക് പുൾബാക്ക് എന്ന് പറയുമ്പോൾ അവിടെ ബയേഴ്സ് ആയിരിക്കും ആക്റ്റീവ്. നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് മേളിലോട്ട് കിട്ടുന്നതായിരിക്കും. അതിന് വീക്ക് പുൾ ബാക്ക് എന്ന് പറയും. വീക്ക് പുൾ ബാക്കിൽ നമുക്ക് ഒരിക്കലും താഴോട്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് താഴോട്ടുള്ള എൻട്രി എടുക്കാനും പറ്റത്തില്ല. വീക്ക് പുൾ ബാക്കിൽ നമുക്ക് ബൈ എൻട്രി കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. നോക്കൂ, നല്ലൊരു പ്രോഫിറ്റ് അവിടെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 0.382 കണ്ടോ? 0.382ൻ്റെ താഴോട്ടാണ് പുൾ ബാക്ക് വന്നിട്ടുള്ളതെങ്കിൽ ദാറ്റ് ഈസ് എ സ്ട്രോങ് പുൾ ബാക്ക്. സ്ട്രോങ് പുൾ ബാക്ക് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ആ 0.38ൻ്റെ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ താഴേക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡ് ബുക്ക് ചെയ്ത് മാറാവുന്നതാണ്.
മനസ്സിലായിട്ടുണ്ടോ? അപ്പം നമ്മളിവിടെ സ്ട്രോങ് പുൾ ബാക്കും വീക്ക് പുൾ ബാക്കും എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ പറയാം. 0.618 ആ ഒരു മെഷർമെൻറ്റിൻ്റെ താഴെ വരെയാണ് പുൾ ബാക്ക് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ ട്രേഡ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് അതാണ് വീക്ക് പുൾ ബാക്കായിട്ട് നമ്മൾ പറയുന്നത്. വീക്ക് പുൾ ബാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കത് ബൈയിങ് ഓപ്ഷനിലോട്ട് എൻട്രി എടുക്കാവുന്നതാണ്. ലൈക്ക് ദ സെയിം 0.38 താഴേക്കാണ് ക്യാൻഡിൽസ് വന്നിരിക്കുന്നതെങ്കിൽ അതാണ് സ്ട്രോങ് പുൾ ബാക്കായിട്ട് നമ്മൾ മീൻ ചെയ്യുന്നു. സ്ട്രോങ് പുൾ ബാക്കിൽ നമുക്ക് സെല്ലേഴ്സിന്റെ എൻട്രി എടുക്കാം. ബിക്കോസ് അഗ്രസീവ് സെല്ലേഴ്സ് എൻറ്ററിങ് ദ മാർക്കറ്റ് എന്നാണ് അവിടെ കാണിച്ചു വരുന്നത്. നോക്കൂ, ഇതാണ് പുൾ ബാക്ക് കണ്ടുപിടിക്കുന്നത് ഫിബൊനാച്ചി ടൂൾ ഉപയോഗിച്ച്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്വന്തമായിട്ട് ഒരു സ്റ്റോക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് ഫിബൊനാച്ചി ടൂൾസ് സെറ്റ് ചെയ്ത് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് കൊടുക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അങ്ങനെ പ്രൈസ് ആക്ഷനിൽ പുൾ ബാക്സിൻ്റെ എഫക്റ്റ് എങ്ങനെ നമുക്ക് ട്രേഡിൽ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് നമ്മൾ പഠിച്ചു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇപ്പം ഞാനിത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനൊരു സ്റ്റോക്ക് റെഫർ ചെയ്യുന്നില്ല. ഇഷ്ടമുള്ള സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ആക്ഷൻ്റെ പുൾ ബാക്ക്, അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.